പറയാനാണ് ഹൈക്കോടതി പറഞ്ഞു, അന്വേഷിക്കട്ടെ. അത് മൊത്തത്തിൽ ബോർഡിനെ തന്നെ ഒരു നിർത്തുന്നതല്ലേ? ഓരോ ബോർഡുകളാണല്ലോ. ദേവസ്വം ബോർഡെന്ന് പറയുന്ന സ്ഥാപനം ഒന്ന്, കാലാകാലങ്ങളിൽ ഭരണസമിതിയായിട്ട് വരുന്ന ബോർഡുകൾ, രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഭരണസമിതി എന്നുള്ള അർത്ഥത്തിലാണ് ആ ബോർഡ് എന്നുള്ള സംജ്ഞ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ഭരണസമിതി എന്ന അർത്ഥം. എന്നാൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് എൻറ്റിറ്റിയാണ്. അപ്പോൾ അന്നത്തെ ഭരണസമിതിയെ ഇടയ്ക്കിടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കട്ടെ. അത് കോടതിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അന്വേഷിക്കും. അപ്പം ഞാനൊന്നും പറയുമ്പോൾ ഒരു കാര്യമുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ ബോർഡിനെ പറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ ജയകുമാർ ഈ വഴിപാടുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതും ഇഡിയുടെ ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, ഈ അന്വേഷണ കോടതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഒരഭിപ്രായവും ഞാൻ പറയില്ല. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കോടതി അന്വേഷിക്കട്ടെ. ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനവും ഞങ്ങളുടെ ഭരണസമിതിയും അതിനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയല്ല, പറയുകയുമില്ല. പൂർണ്ണമായിട്ട് സഹകരിക്കും. രാവിലെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സുഹൃത്തെ, ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അറസ്റ്റ് ചെയ്യേണ്ടവർ അറസ്റ്റ് ചെയ്യണം. സത്യം അന്വേഷിച്ചിട്ടുള്ള ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ കൂടെ നിൽക്കും. അതാണല്ലോ അത് നടക്കുന്നു. അത് രാവിലെ വിളിച്ച് പറഞ്ഞല്ലോ എല്ലാം ചെയ്ത് കൊടുക്കാൻ അവരാവശ്യപ്പെടുന്ന രേഖ. അത് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി, പുതിയ ബോർഡിൻ്റെ ഒരു ചാലഞ്ച് തന്നെ എന്താണ്, ഈ സംഭവങ്ങൾ കൊണ്ടെല്ലാം വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുക്കുന്നത് എങ്ങനെ? അതിപ്പം കൂടെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. വീണ്ടെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ സുതാര്യത ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം. അത്തരത്തിലുള്ള സിസ്റ്റംസ് പരിഷ്കരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ. ശബരിമലയുടെ തിരക്ക് കഴിഞ്ഞുകൊണ്ട് ശബരിമല അടച്ചു. ഇനിയിപ്പോൾ സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പോകുന്ന വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, അവരുടെ രസീത് കൊടുപ്പ് തുടങ്ങി എല്ലാ കാര്യത്തിലും കുറച്ച് സംശയങ്ങളും പരാതികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പരിഹരിക്കണം എന്നാണ് പുതിയ ബോർഡിൻ്റെ ആഗ്രഹം. അത് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നടന്ന കാര്യങ്ങളെപ്പറ്റിയും അന്വേഷണത്തെ പറ്റിയും ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇടമാണ് ശബരിമല പല കാര്യങ്ങളിലും. അപ്പോൾ അതിനെ പോലും കവച്ചു വെച്ചാണ് ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സിസ്റ്റം ഫെയിലിയർ ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇനി ഭാവിയിൽ ഇതുണ്ടാവരുതെന്ന് ഉറപ്പുവരുത്തലാണ് ഞങ്ങളുടെ ജോലി. താങ്ക് യു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ ജയകുമാർ സംസാരിക്കുകയായിരുന്നു. എല്ലാ പിന്തുണയും അന്വേഷണത്തിന് സഹകരണവും നൽകും. ദേവസ്വം ബോർഡുകൾ ഒരു കണ്ടിന്യൂറ്റിയാണ്. അതുകൊണ്ട് മുൻകാല ബോർഡുകളുടെ കാലത്തെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പരിശോധന നടന്നത്. അത് ആ നിലക്ക് നടക്കട്ടെ. എല്ലാ സഹകരണവും സ്വാഭാവികമായിട്ടും കൊടുക്കണമല്ലോ. ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവന നടത്തേണ്ടെന്ന പ്രതികരിക്കേണ്ടുന്ന കാര്യം തന്നെയില്ല എന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദേവസ്വം ബോർഡുകളുടെ കാലത്തെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് വിശ്വാസികൾക്ക് എന്തെങ്കിലും മനോവിഷമോ വിശ്വാസക്കുറവോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡുകളിന്മേലുള്ള വിശ്വാസക്കുറവോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികളായിരിക്കും തൻ്റെ ബോർഡിൻ്റെ പ്രവർത്തനം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യങ്ങളിൽ വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ കാണേണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ താൻ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. നേരത്തെ